അബിൻ എന്താണ് ആ കാര്യത്തിൽ? ഇന്ത്യയിൽ ജനാധിപത്യം ഭീഷണിയുണ്ടോ, അല്ലെങ്കിൽ ഫാസിസം ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞോ? അത് ഗോപാലകൃഷ്ണന് ടെൻഷനായിപ്പോയി. ഈ 10 മിനിറ്റ് വൈകി വന്നപ്പോൾ നമ്മൾ ഈ ഫാസിസത്തിൽ എന്താണെങ്കിലും സംഘപരിവാറിനെതിരെ പറഞ്ഞു കാണുമെന്നുള്ളൊരു അഡ്വാൻസ്ഡ് നോളജിലാണ് അങ്ങ് അടിച്ചു കയറ്റിയത്. സത്യത്തിൽ ഞങ്ങൾ ആ ഒരു വിഷയത്തിലായിട്ട് വന്നില്ലായിരുന്നു. താങ്കളിവിടെ വന്നിട്ട് വരാമെന്നോർത്തായത്. പിന്നെ ശ്രീ എ റഹീമൊന്നും പഴയ തരത്തിൽ സംഘപരിവാറിനെ ഫാസിസ്റ്റുകളായി ചിത്രീകരിക്കുന്നില്ല. കാരണം അവരുടെ നയരേഖ തന്നെ മാറ്റി എഴുതി. ഇപ്പോൾ എ റഹീം പറഞ്ഞതിലെ ഒരു പ്രത്യേകത, ലക്ഷണമൊത്ത ഫാസിസ്റ്റ് പ്രവണതകളുള്ള ഒരു പ്രത്യയശാസ്ത്രം എന്നാണ് പറഞ്ഞത്. അതിപ്പോഴാണ് മാറ്റി എഴുതിയത്. ഈ നിയോ ഫാസിസ്റ്റ് എന്ന പുതിയ സിദ്ധാന്തം CPIM അവതരിപ്പിച്ചപ്പോഴാണ് ലക്ഷണമൊത്ത ഫാസിസ്റ്റ് പ്രവണതകളുള്ളവരായി RSSനെയും സംഘപരിവാറിനെയും മാറ്റിയത്. അപ്പോൾ ആ കാഴ്ചപ്പാട് തന്നെ വലിയ വ്യത്യാസമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ രാജ്യത്തെ ഫാസിസ്റ്റ്, യഥാർത്ഥ ഫാസിസ്റ്റ് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് പറയുന്നതിലുപരിയായി ഈ രാജ്യത്തെ പറ്റിയാണ് സംസാരിക്കുന്നത്. നോക്കൂ, നമ്മൾ ഫാസിസത്തിൻ്റെ ഐഡിയോളജിയെ സംബന്ധിച്ച് നമുക്ക് ആർക്കും മറ്റൊരു തർക്കമില്ല. അതിൽ തീവ്ര ദേശീയതയുണ്ടാവും, അതിൽ ഏകാധിപത്യമുണ്ടാവും, അതിൽ വംശീയതയുണ്ടാകും, അതിൽ ജനാധിപത്യ വിരുദ്ധതയുണ്ടാകും. ഈ കാര്യത്തിൽ, ഐഡിയോളജിയുടെ കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ ഈ രാജ്യത്ത് ഫാസിസം നടത്തുന്നത് ആരാണ്? ഏകാധിപത്യം. നമുക്കറിയാം, ഏകാധിപത്യ ഭരണമാണ് ഈ രാജ്യത്ത് നടക്കുന്നത്. ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ അദ്ദേഹം നയിക്കുന്ന സർക്കാരും അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ഏകാധിപത്യ പ്രവണതയുള്ള സർക്കാരാണ് എന്നുള്ളത് പല വിഷയങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. തീവ്ര ദേശീയത, എങ്ങനെയാണ് സംഘപരിവാർ തീവ്ര ദേശീയത ഈ രാജ്യത്ത് കൊണ്ടുവരുന്നത് എന്നുള്ളത് നമുക്കറിയാം. ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും തീവ്ര ദേശീയത, അതായത് നമ്മളൊക്കെ എന്തോ രണ്ടാം കുടിക്കാരാണ് ഈ രാജ്യത്ത്, പകരം സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ കാലിൽ മുള്ളുകൊണ്ട് പോലും ചോര പൊടിക്കാത്ത ഇവരാണ് ദേശീയതയുടെ വക്താക്കൾ എന്നാണ് ഇന്ന് BJP-കാരനും RSSകാരനും പറയുന്നത്. അപ്പോൾ തീവ്ര ദേശീയത ഇന്ന് എങ്ങനെയാണ് ഒരു ഫാസിസത്തിന് മുഖമാകുന്നത് എന്നുള്ളത്, ലക്ഷണമൊത്തവർ ആരാണ് എന്നുള്ളത് നമുക്കറിയാം. ജനാധിപത്യ വിരുദ്ധർ ആരാണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അറിയാം. കാരണം ഈ രാജ്യത്തെ എല്ലാ സിസ്റ്റങ്ങളെയും ഒരു ഭരണകൂടത്തിൻ്റെ കീഴിലാക്കിക്കൊണ്ട് ജനാധിപത്യ ഒരു സർക്കാർ മുന്നോട്ട് എങ്ങനെ പോകുന്നു എന്നുള്ളത് വിവിധ കാര്യങ്ങളിൽ നിന്നറിയാം. ഞാനത് ഉദാഹരണങ്ങൾ സഹിതം പറയാത്തത് കൊണ്ടാണ്. അപ്പോൾ ഈ രാജ്യത്തെ യഥാർത്ഥ ഫാസിസ്റ്റ് ആരാണ് എന്ന് ചോദിച്ചാൽ അതിനകത്തൊരു സംശയം വേണ്ട. അത് ഈ രാജ്യം ഭരിക്കുന്ന BJP-യുടെ സംഘപരിവാർ അജണ്ടയാണ്, അല്ലെങ്കിൽ ആ ഐഡിയോളജിയാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. 2, ഈ രാജ്യത്തെ യഥാർത്ഥ ഫാസിസ്റ്റുകളോട് ചേർന്ന് നിൽക്കുന്ന മറ്റൊരു ഫാസിസമുണ്ട്. കാരണം ഇവർ മുന്നോട്ട് വെക്കുന്നത് ഒരു തരത്തിലൊരു വർഗീയ ഫാസിസമാണ്. പക്ഷെ രാഷ്ട്രീയ ഫാസിസം മുന്നോട്ട് വെക്കുകയാണ്. ഈ രാഷ്ട്രീയ ഫാസിസം മുന്നോട്ട് വെക്കുമ്പോഴാണ് ഈ അയൽവക്കക്കാരും അതേ സ്വഭാവക്കാരും തമ്മിൽ വലിയ വ്യത്യാസമില്ല. അതുകൊണ്ടാണ് അവർ തമ്മിലുള്ള ആ അന്തർധാര സജീവമായതുകൊണ്ടാണ് ഐഡിയോളജിയിൽ വരെ മാറ്റം വരുത്തിയത്. പ്രവണതയായി മാറി. എന്തുകൊണ്ടാണ് പ്രവണതയായി മാറിയത്? ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ ഏകാധിപത്യം. കേരളത്തിലെ ഏകാധിപത്യമല്ലേ നടക്കുന്നത്? ഇവിടെ വേറെ വല്ലതും ഉണ്ടോ? കടക്ക് പുറത്തുനിന്ന് മാധ്യമ പ്രവർത്തകരോട് വരുന്നതിന് മുമ്പ് കടക്ക് പുറത്ത് എന്ന് പറയുന്ന ഒരു ഭരണാധികാരി ഏകാധിപത്യത്തിന്റെ മുഖമാണ്, സംശയം വേണ്ട. 2, ജനാധിപത്യ വിരുദ്ധമായ സമീപനങ്ങൾ. നമുക്കറിയാം, ഇവിടെ കേരളത്തിൽ എത്രയോ സമരം ചെയ്യാത്തവരൊന്നുമല്ലോ. ശ്രീ എ റഹീം ഉൾപ്പെടെയുള്ളവർ സമരം ചെയ്തു വന്നവരാണ്. നവകേരള യാത്രയ്ക്കെതിരെ ഞങ്ങളൊരു സമരം നടത്തി. ആ യാത്രയ്ക്കെതിരെ സമരം നടത്തുമ്പോൾ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ കരിങ്കൊടി കാണിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ സമരമാർഗം. ആ സമരമാർഗത്തെ ഏറ്റവും കൂടുതൽ എൻഡോഴ്സ് ചെയ്ത വ്യക്തി എന്ന് പറഞ്ഞാൽ CPM-ന്റെ പഴയ പാർട്ടി സെക്രട്ടറി പിണറായി വിജയനായിരുന്നു. ഒരു കറുത്ത കൊടി പൊക്കി കാണിച്ചാൽ ഇവിടെ എന്ത് സംഭവിക്കും എന്നാണ് അദ്ദേഹം ചോദിച്ചത്. പക്ഷേ ഇവിടെ കറുത്ത കൊടി പൊക്കി കാണിച്ചപ്പോൾ അത് രക്ഷാപ്രവർത്തനം എന്ന ഓമന പേരിട്ട് ആ കറുത്ത കൊടി പൊക്കി കാണിക്കുന്നവരെ ആക്രമിക്കാൻ നിന്നത് പോലീസുകാരായിരുന്നില്ല, മറിച്ച് അതേ ഏകാധിപത്യ സ്വഭാവമുള്ള പാർട്ടിയുടെ വക്താക്കളായിരുന്നു എന്ന് പറയുമ്പോൾ ജനാധിപത്യ വിരുദ്ധ സമീപനങ്ങൾ ആരാണ് എടുക്കുന്നത് എന്നുള്ളത് അറിയാം. അപ്പം അതുകൊണ്ട് രാഷ്ട്രീയ ഫാസിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറുമ്പോൾ വർഗീയ ഫാസിസ്റ്റുകളായി കേന്ദ്രം ഭരിക്കുന്ന BJP-യും സംഘപരിവാറും മാറി എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. ഓക്കെ.